നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? നിൽക്കുന്നതെല്ലാം പൊസിഷൻ ഓക്കെ. ആദരണീയരായ ഇന്നത്തെ ടോസ്റ്റ് മാസ്റ്റർ, മറ്റു സഹ ടോസ്റ്റ് മാസ്റ്റേഴ്സ് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓരോരുത്തരുടെയും വ്യക്തിത്വം തിരിച്ചറിയുന്നതിൽ ആശയവിനിമയം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം ശൈലിയിലുള്ള വ്യത്യാസം തന്നെ. നമ്മുടെ ടോസ്റ്റ് മാസ്റ്റർ ഷർമി നവാസ് വളരെ ശാന്തയായി സംസാരിക്കുന്നു. ടോസ്റ്റ് മാസ്റ്റർ മുരളീകൃഷ്ണൻ സന്ദർഭോചിതമായി നർമ്മം കലർത്തി സംസാരിക്കുന്നു. നമ്മുടെ DTM റസൂൽ സലാം സന്ദർഭോചിതമായി എല്ലായ്പ്പോഴും അനുഭവങ്ങൾ കോർത്തിണക്കി സംസാരിക്കുന്നു. ജലീൽ മുഹമ്മദ് സാർ പദസമ്പത്തോടുകൂടി വ്യക്തമായും കൃത്യമായും സംസാരിക്കുന്നു. ഓരോരുത്തരുടെയും ശൈലിക്ക് ഓരോ തരത്തിൽ പ്രത്യേകതയുള്ളത് കൊണ്ട് തന്നെ എൻ്റെ സഹ ടോസ്റ്റ് മാസ്റ്റേഴ്സായ എല്ലാവരുടെയും ശൈലി എനിക്ക് ഇഷ്ടമാണ്. എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ ഇവിടെ സമയപരിമിതി ഉണ്ട്. അതുകൊണ്ട് ആർക്കും പരിഭവം തോന്നരുത്. ലീഡർമാരുടെ ലീഡറായ കരുണാകരൻ, വേറിട്ട വ്യക്തിത്വമായ നായനാർ, പ്രസംഗിക്കാൻ വിളിച്ചാൽ കുഴിമാടത്തിന് അടിയിലായാലും ചാടി എഴുന്നേറ്റ് വന്ന് പ്രസംഗിക്കും എന്ന് പറഞ്ഞ നമ്മുടെ സുകുമാർ അഴീക്കോട് സാറ്, ഇവിടെ ഭാഷാ പണ്ഡിതനായ കാരശ്ശേരി മാഷ് എന്നീ പ്രശസ്തരായ പ്രാസംഗികരെ എല്ലാം മറ്റുള്ളവർ അനുകരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആർക്കും ആരെയും പൂർണ്ണമായും അനുകരിക്കാനാവുന്നില്ല, പോലെ ആവാനേ കഴിയുന്നുള്ളൂ. നമ്മുടെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ ഷോൾഡർ ഉയർത്തി സംസാരിക്കുമ്പോഴും മെഗാസ്റ്റാർ മമ്മൂട്ടി കൈ ആക്ഷൻ കാണിച്ച് സംസാരിക്കുമ്പോഴും അതെല്ലാം മിമിക്രിക്കാർ അനുകരിച്ച് ധാരാളം കയ്യടി വാങ്ങിക്കുന്നു. എന്നാൽ അതെല്ലാം അവരുടെ മാനറിസമാണ്. എല്ലാവർക്കും വ്യത്യസ്തമായ ഓരോ ശൈലിയിലുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ശൈലിയുണ്ട്. അതുപോലെ എനിക്കുമുണ്ട് എന്റേതായ ശൈലി. എന്താണ് എന്റെ ശൈലി? അത് പറയുന്നതിന് മുമ്പായി ആശയവിനിമയം എന്താണെന്ന് പറയാം. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ കൺഫ്യൂഷൻ ആൻഡ് ക്ലാരിറ്റി. നമ്മുടെ ചിന്താഗതികൾ, ആശയങ്ങൾ മറ്റുള്ളവരെ ധരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിശ്ചിതമായ അർത്ഥമുള്ള സമൂഹമായി ഇടപെടാനുള്ള ഏറ്റവും നല്ല ഉപാധി, അതിന് ഭാഷ വേണം. 6 നാട്ടിൽ 100 ഭാഷ എന്ന് കേട്ടിട്ടില്ലേ? ആംഗ്യ ഭാഷ, വായ്മൊഴി, വരമൊഴി, അടയാളങ്ങൾ, ചിഹ്നങ്ങൾ, അങ്ങനെ ഏതു തരത്തിലുള്ള ഭാഷയും ആവാം. വായ്മൊഴി ഉണ്ടാവുന്നതിന് മുമ്പ് ആദിമ മനുഷ്യൻ ആംഗ്യഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. ആംഗ്യഭാഷയുടെ പ്രത്യേകത അതിന് വ്യാകരണം ഒട്ടുമില്ല എന്ന് തന്നെയാണ്. വായ്മൊഴി ഉത്ഭവിച്ചപ്പോൾ വളരെ കാലം മുമ്പ് തന്നെ വായ്മൊഴി ഉത്ഭവിച്ചിരുന്നു. അതിനുശേഷമാണ് വരമൊഴി ഉണ്ടായത്. പിന്നീട് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം എല്ലാം ഒപ്പുകയായും തംസപ്പായും സ്മൈലിയായും എല്ലാവരും ഒതുങ്ങി കാലം പുരോഗമിക്കും തോറും നമ്മിലേക്ക് സംസാര ഭാഷ ചുരുങ്ങി പോകുന്ന ഒരവസ്ഥയിൽ എത്തി നിന്നു. എല്ലാത്തരം ആശയവിനിമയ രീതിയും, ഒരുപാട് ആശയവിനിമയ രീതികളുണ്ട്. എന്നാൽ 4 ആശയവിനിമയ രീതികൾ ഞാനിവിടെ പ്രതിപാദിക്കുകയാണ്. ഇനീഷ്യേറ്റീവ്, സപ്പോർട്ടീവ്, ഡയറക്റ്റ് ആൻഡ് അനലിറ്റിക്കൽ. ആദ്യത്തേത് ഇനിഷ്യേറ്റീവ്. ഇത്തരക്കാർ സംഭാഷണത്തിന് തുടക്കം കുറിക്കാൻ ഉത്സാഹഭരിതരായിരിക്കും. ഇനീഷ്യേറ്റീവ് പവർ ഉള്ളതിനാൽ അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കും, നമ്മുടെ ടോസ്റ്റ് മാസ്റ്റർ ജയന്തിയെ പോലെ. സപ്പോർട്ടീവ് എന്ന് പറയുമ്പോൾ തീരുമാനമെടുക്കാൻ പ്രാപ്തി ഉണ്ടാവില്ല. എന്നാൽ എല്ലാം ക്ഷമയോടെ കേൾക്കാനും സാവധാനം എല്ലാ കാര്യത്തിനും സഹകരിക്കാനും കഴിവുള്ള ആളായിരിക്കും, നമ്മുടെ ടോസ്റ്റ് മാസ്റ്റർ നിഷ മുരളീധരനെ പോലെ. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ മത്സരബുദ്ധിയോടെ ചെയ്തു തീർക്കും. എപ്പോഴും ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും എന്നാൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതാവുമ്പോൾ അക്ഷമരായിരിക്കുന്നതും കാണാം, നമ്മുടെ ടോസ്റ്റ് മാസ്റ്റർ ഷൈനി നൗഷാദിനെ പോലെ. അനലിറ്റിക്കൽ എന്ന് പറയുമ്പോൾ പ്രവൃത്തിയിലും കൃത്യതയും വ്യക്തതയും ഉള്ളവരായിരിക്കും. ഇത്തരക്കാർ യുക്തിപരമായ കാര്യങ്ങൾ മാത്രം പറയുന്നതിനാൽ കേൾക്കുന്നവർക്കെല്ലാം അതിൽ പൂർണ്ണതയുണ്ടെന്ന് തോന്നും, നമ്മുടെ ഇന്നത്തെ മുഖ്യ ടോസ്റ്റ് മാസ്റ്ററായ ടോസ്റ്റ് മാസ്റ്റർ ഷാജി നിലമ്പൂരിനെ പോലെ. എന്റെ ശൈലി, അതിൽ ഞാൻ തൃപ്തിയാണ്. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളിലെല്ലാം ഞാൻ ഇനിഷ്യേറ്റീവ് എടുക്കാറുണ്ട്. കുടുംബത്തിലായാലും സുഹൃത്തുക്കളിലായാലും അതിൻ്റെതായ പരിമിതിയിൽ നിന്നുകൊണ്ട് സംയമനം പാലിച്ച് ആശയവിനിമയത്തിലൂടെ ഒത്തുതീർപ്പാക്കാറുണ്ട്. സംസാരിക്കുന്നതിനേക്കാൾ അധികം നല്ലൊരു കേൾവിക്കാരിയായിരിക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്.
അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ക്ഷമയോടെ, പ്രായോഗിക ബുദ്ധിയോടെ, ശാന്തമായി ആശയവിനിമയം നടത്തി പരിഹരിക്കാൻ എനിക്ക് കഴിയാറുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും അഭിപ്രായം മാറ്റി പറയണമെന്ന് തോന്നിയാൽ ഞാൻ തീരുമാനം മാറ്റി പറയാറുമുണ്ട്. നമ്മുടെ മുണ്ടശ്ശേരി പറഞ്ഞതുപോലെ തീരുമാനം ഇരുമ്പുലക്കയുമൊന്നും അല്ലല്ലോ. സ്വന്തം കാര്യങ്ങൾ ഒരിക്കലും മത്സരബുദ്ധിയോടെ ചെയ്തു തീർക്കാറില്ല. മക്കളെയും അതിനെ അടിച്ചേൽപ്പിക്കാറില്ല. തിരിച്ചറിവോടെ കാര്യങ്ങളെ സമീപിക്കാനും വ്യക്തമായി കേട്ട് എടുത്തു ചാടി സംസാരിക്കാതിരിക്കാനുമുള്ള ശീലം മക്കളിൽ വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്റെ ഉപ്പ പറയാറുണ്ട്, എവിടെയും പോസിറ്റീവും നെഗറ്റീവുമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഏത് കാര്യത്തിനും സാധ്യതകൾ തിരിച്ചറിഞ്ഞ് സംസാരിക്കുന്നവർ പോസിറ്റീവ് വ്യക്തിത്വമുള്ളവരാണ്. എന്നാൽ കേൾക്കുന്ന കാര്യത്തിനെല്ലാം മോശം അഭിപ്രായം പറയുന്നവർ പൊതുവെ നെഗറ്റീവ് വ്യക്തിത്വമുള്ളവരാണ്. സ്വന്തമായി അഭിപ്രായം ഉണ്ടാവുക എന്നത് ഏറെ പ്രധാനമാണ്. അത് ആശയവിനിമയത്തിലൂടെ മാത്രമേ സാധ്യമാവൂ. എന്തും വ്യക്തമായും കൃത്യമായും അക്ഷരസ്ഫുടതയോടെയും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ടോസ്റ്റ് മാസ്റ്റർ ക്ലബിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ വ്യക്തമായി കേട്ട് മനസ്സിലാക്കി അനുസരിച്ച് തിരുത്തേണ്ടവ തിരുത്തി എവിടെയായാലും എൻ്റെ ശൈലിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് എനിക്കിഷ്ടം. ഈ ശൈലി പിന്തുടർന്നത് എൻ്റെ പിതാവിൽ നിന്നുമാണ് എന്ന് ഏറെ അഭിമാനത്തോടെ ഞാനിവിടെ പറയട്ടെ. തിരിച്ച് ഇന്നത്തെ ടോസ്റ്റ് മാസ്റ്ററിലേക്ക്. ടോസ്റ്റ് മാസ്റ്റർ മറ്റ് പ്രിയപ്പെട്ട ടോസ്റ്റ് മാസ്റ്റർ സുഹൃത്തുക്കളെ, വിശിഷ്ടയായ അതിഥി ടോസ്റ്റ് മാസ്റ്റർ ജലീല റാഷിദ്, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. റിയാദ് മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിന്റെ അതിവിശിഷ്ടമായ ഒരു സംവാദത്തിലേക്ക് എല്ലാവരെയും ഞാൻ വിനയത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ 3 കാര്യങ്ങളെന്ന് 1ാം ക്ലാസ് തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ്: വായു, ജലം, ഭക്ഷണം. അപ്പോ അതിനകത്ത് വായുവും ജലവും ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഭക്ഷണവും. അന്നവിചാരം മുന്നവിചാരം എന്നാണല്ലോ വൈപ്പ്. അതുകൊണ്ട് തന്നെ ഒരു സംവാദത്തിന്റെ പേര് പറഞ്ഞപ്പോൾ ഞാൻ ആഹാരത്തിനെ പറ്റി തന്നെ സംവദിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം മറ്റൊന്നുമല്ല, ആഹാര രീതികൾ, പഴമയും പുതുമയും. ഇന്നത്തെ നമ്മുടെ സംവാദത്തിൽ പങ്കെടുക്കാനായി വിശിഷ്ടരായ 6 വ്യക്തിത്വങ്ങളാണ് ഉള്ളത്. അത് അവരോട് പറഞ്ഞിട്ടില്ല ഏതിനെ പറ്റിയാണ് അവർ സംസാരിക്കുന്നതെന്ന്. അത് ടോസ് ഇട്ട് തീരുമാനിച്ചതനുസരിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കുന്നതാണ്. പഴമയെ ഇഷ്ടപ്പെടുന്നതായി സംസാരിക്കുന്ന 3 ആളുകൾ: ടോസ്റ്റ് മാസ്റ്റർ മുരളി കൃഷ്ണൻ, ടോസ്റ്റ് മാസ്റ്റർ ഷമീറ റസാഖ്, ടോസ്റ്റ് മാസ്റ്റർ ഷെർമി നവാസ്. പുതുമയെ ഇഷ്ടപ്പെടുന്നതായി സംവദിക്കുന്ന 3 ആളുകൾ: ടോസ്റ്റ് മാസ്റ്റർ ഷക്കീല വഹാബ്, ടോസ്റ്റ് മാസ്റ്റർ സജി ജോസഫ്, ക്യാവൽസ് മെഹറിൻ മൻസൂർ. ഇങ്ങനെ 2 ടീമുകളായിട്ടാണ് ഇന്നത്തെ നമ്മുടെ സംവാദം മുന്നോട്ട് പോകുന്നത്. ടീം എ ഞാൻ പഴമയ്ക്ക് വേണ്ടി വാദിക്കുന്നവരെന്നും ടീം ബി എ പുതുമയ്ക്ക് വേണ്ടി വാദിക്കുന്നവരെന്നും ഞാൻ നാമകരണം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സംവാദത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ നമ്മുടെ സംവാദത്തിൽ ഒരു പ്രത്യേകത ഉള്ളത്, ഒരുപക്ഷെ നമ്മൾ ഈ സംവാദത്തെ പറ്റി, ഡിബേറ്റിനെ പറ്റി കൂടുതൽ നമുക്ക് അതിന്റെ ഒബ്ജക്റ്റീവ്സ് അറിയില്ല. കാരണം നമ്മൾ അധികം സംവാദങ്ങൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും മുതിർന്ന ടോസ്റ്റ് മാസ്റ്റർ, നമ്മുടെ വഴികാട്ടിയായ ടോസ്റ്റ് മാസ്റ്റർ മുഹമ്മദ് ജലീലിൽ നിന്ന് നമുക്ക് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും അതിന്റെ നിയമാവലികളെയും പറ്റി ഒരു 5 മിനിറ്റ് കേൾക്കാം. ടോസ്റ്റ് മാസ്റ്റർ ജലീൽ. പ്രിയപ്പെട്ട സംവാദ മോഡറേറ്റർ, സഹ ടോസ്റ്റ് മാസ്റ്റർമാർ, അതിഥികൾ, എല്ലാവർക്കും നമസ്കാരം. ഈ ഡിബേറ്റ് നമ്മൾ ആദ്യമായി അവതരിപ്പിക്കുകയാണ്. ഈ ഡിബേറ്റിൽ അവതരിപ്പിക്കുന്ന 6 പേർ: മുരളി, ടോസ്റ്റ് മാസ്റ്റർ മുരളി, ടോസ്റ്റ് മാസ്റ്റർ ഷമീറ, ടോസ്റ്റ് മാസ്റ്റർ ഷെർമി നവാസ്, ടോസ്റ്റ് മാസ്റ്റർ ഷക്കീല, ടോസ്റ്റ് മാസ്റ്റർ സജി ജോസഫ് ആൻഡ് ടോസ്റ്റ് മാസ്റ്റർ മെഹറിൻ മൻസൂർ. ഈ 6 പേരോടും ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ DTN ജോർജ് മേലാടന്റെ ഈ പ്രഭാഷണം കേട്ടിരുന്നു.
കേട്ടവർ കൈപോക്കുക. DTN ജോർജ് മേലാടന്റെ എല്ലാവരും ലൈൻ ചോദിക്കുന്നത് ഈ 6 പേർ മാത്രം. ഈ 6 പേരിൽ ടോസ്റ്റ് മാസ്റ്റർ ജലീൽ സാഹിബ് ഞാനൊന്ന് പറഞ്ഞു. ടോസ്റ്റ് മാസ്റ്റർ ഷമീറ റസാഖ് എത്തിയിട്ടില്ല. അതിന് പകരം നമുക്ക് വേറെ ആരെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ചൂസ് ചെയ്യാം പെട്ടെന്ന്. ഇപ്പൊ ടോസ്റ്റ് മാസ്റ്റർ കുഞ്ചീസ് ഉണ്ട്. അപ്പോ ടോസ്റ്റ് മാസ്റ്റർ ഷമീറ റസാഖിന് പകരമായിട്ട് ടോസ്റ്റ് മാസ്റ്റർ കുഞ്ചി. യെസ്. തന്നെ പണി കൊണ്ടോ. അപ്പൊ പെട്ടെന്ന് അപ്പൊ മുരളി ശ്രദ്ധിക്കുക, ഒരു ടീമിലുള്ളത് ടോസ്റ്റ് മാസ്റ്റർ മുരളീകൃഷ്ണൻ, കുഞ്ചീസ് ആൻഡ് ഷർമി നവാസ്. മറ്റേ ടീമിലുള്ളത് ഷക്കീല, സജി ജോസഫ് ആൻഡ് മെഹറിൻ. ഇങ്ങനെയാണ് 3 ടീമുള്ളത്. ഇതിനകത്ത് നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത്, ഇപ്പൊ നിങ്ങൾ ഒരു മിനിറ്റിനകത്ത് ചെയ്യേണ്ടത്, ഇതിനകത്ത് ആദ്യം ആര് പ്രസംഗിക്കും, മൂന്നാമത് ആര് പ്രസംഗിക്കും ഞങ്ങളോട് പറയലാണ്. മുരളി, ടോസ്റ്റ് മാസ്റ്റർ മുരളി, ടോസ്റ്റ് മാസ്റ്റർ കുഞ്ചീസ്, ടോസ്റ്റ് മാസ്റ്റർ ഷർമി നവാസ്. മറ്റേ ടീമില് ടോസ്റ്റ് മാസ്റ്റർ ഷക്കീല, ഡോക്ടർ സജി ജോസഫ്, മെഹറിൻ. 6 പേരും വീഡിയോ ഓപ്പൺ ചെയ്യുക. പെട്ടെന്ന് ആരെങ്കിലും ഒരാൾ പറയുക, ആരെങ്കിലും ഒരു ലീഡ് എടുക്കുക. ഈ 2 ടീമിൽ ആദ്യത്തെ ടീമിലെ മുരളി കൃഷ്ണോ അല്ലെ കുഞ്ചി സാധനം ലീഡ് എടുക്കുക. വേഗം പറയാം. നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. 1 സെക്കൻഡ് ഉണ്ട്. പെട്ടെന്ന് നമുക്ക് സമയമില്ല കേട്ടോ. മുരളിയേട്ടാ പ്ലീസ് കാര്യം. അല്ല, ഒറ്റ സെക്കൻഡ്. ഞങ്ങൾ ഏത് ടീമാണ് ഒന്ന് പറയൂ. ഞാനത് അത്ര ഇതായിരുന്നില്ല, പെട്ടെന്ന് അതിന്റെ പേരില്ല ഒന്ന് പറയൂ. നമ്മള് പഴമയുടെ ടീമാണ്. ഞാന് കുഞ്ചീസ്, അതേ മോഡല് ഷർമി നവാസ്. സജി ജോസഫ് ഉണ്ടോ? സജി ജോസഫ് പ്ലീസ്. ഉണ്ടല്ലോ. ഓക്കേ, ഒന്ന് ലീഡ് ചെയ്തോളൂ. ഓക്കെ. അപ്പൊ മുരളി ആരാണ് ശ്രമിക്കുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ തുടങ്ങാം. അത് കഴിഞ്ഞ് കുഞ്ചീസ്, മൂന്നാമത് കൺക്ലൂഷൻ ഷർമി നവാസ്. അങ്ങനെ ആയിക്കൂടെ? അഭിപ്രായം പറയൂ. നമ്മുടെ ടീം അടുത്ത ടീം ഷർമി നവാസ് പറയൂ. ഞാൻ സജി ജോസഫാണ് ലീഡ് ചെയ്യുന്നത്. പുതിയ ആഹാര ശൈലിയെ പിന്താങ്ങുന്നത് ഞാൻ ലീഡ് ചെയ്യുന്നു. അതിനുശേഷം ഷക്കീല ടീച്ചർ പിന്താങ്ങുന്നു. അവസാനം കൺക്ലൂഡ് ചെയ്യുന്നത് മെഹറിൻ എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. താല്പര്യപ്പെടുന്നെങ്കിൽ സമ്മതിക്കുക. കുഴപ്പമില്ലല്ലോ, എല്ലാവർക്കും സമ്മതമാണ്. അപ്പോ ഞാൻ ഒന്നുകൂടി പറയാം. പഴമയെ മുരളീകൃഷ്ണനാണ് ലീഡ് ചെയ്യുന്നത്. സപ്പോർട്ട് ചെയ്യുന്നത് കുഞ്ചീസ്. സപ്പോർട്ട് ചെയ്യുന്നതല്ല, 2ാം പ്രസംഗിക്കുന്നത് കുഞ്ചീസ്, 3ാം പ്രസംഗിക്കുന്നത് ഷർമി നവാസ്. ഇവിടെ 1ാമത് പ്രസംഗിക്കുന്ന സജി ജോസഫ്, 2ാം പ്രസംഗിക്കുന്ന ഷക്കീല, 3ാം പ്രസംഗിക്കുന്ന മെഹറിൻ. ഓക്കെ, ഇതാണ് ഓർഡർ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്, ഈ സംവാദത്തിന് മത്സരമുണ്ട്. ഈ സംവാദത്തിൽ 6 പേർക്കും നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ട്. 6 പേർക്കല്ല, 6 പേരിൽ നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളും സത്യത്തിൽ ഓഡിയൻസ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരും സത്യത്തിൽ ഇത് എഴുതണം. അതായത് ഈ സ്പീക്കിംഗ് ഓർഡർ മുരളി, കുഞ്ചീസ്, ഷർമി നവാസ്, അപ്പുറത്ത് സജി ജോസഫ്, ടോസ്റ്റ് മാസ്റ്റർ മെഹറിൻ. ഇത് നിങ്ങൾ മനസ്സിലുണ്ടാവണം. ഇനി പറയാൻ പോകുന്ന കാര്യം, ഇതിനകത്ത് DTN ജോർജ് മലാടന്റെ പ്രസംഗം കേൾക്കാത്തവരാണ് കൂടുതൽ, അല്ലേ? ശരിയല്ലേ? മെഹറിൻ കേട്ടിട്ടില്ല, സജി കേട്ടിട്ടില്ല, കുഞ്ചീസ് കേട്ടിട്ടില്ല, കുഞ്ചീസ് കേട്ടിട്ടില്ല. ഓക്കെ, പിന്നെ ആരാ? ടോസ്റ്റ് മാസ്റ്റർ ഷക്കീൽ കേട്ടിട്ടുണ്ടോ? ഷക്കീൽ കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. ഓക്കെ, അപ്പോ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു വോയിസ് ക്ലിപ്പ് ഇട്ടിരുന്നു ഒരു 2 ദിവസം മുമ്പ്. അത് എത്ര പേര് കേൾക്കാത്തവരുണ്ട്? കേൾക്കാത്തവരാരുണ്ട്? ആരും കേട്ടിട്ടില്ല? അത് കേട്ടു കേട്ടോ, ഞാൻ കുറച്ച് കേട്ടിരുന്നത്. ജലീൽ സാർ. മുരളി കേട്ടിട്ടുണ്ട്. കുഞ്ചീസ് കേട്ടിരുന്നോ? സോറി, അത് കേട്ടിട്ടില്ല. ഓക്കെ, നോ പ്രോബ്ലം. ഷർമി കേട്ടിരുന്നോ? പ്രധാനപ്പെട്ട കാര്യം അത് വളരെ ഷർമി കേട്ടിരുന്നോ? അത് ഞാൻ ഒരു പ്രാവശ്യം കേട്ടിരുന്നു. ഒരു പ്രാവശ്യം കേട്ടിരുന്നു. ഓക്കെ, അപ്പൊ മെഹറിൻ കേട്ടിട്ടില്ല. അപ്പൊ ഇവിടെയും കേട്ടിരുന്നു, ഫസ്റ്റ് ഓഡിയോ കേട്ടിരുന്നു.
ഫസ്റ്റ് ഓടി മാത്രമേ കേട്ടുള്ളൂ. കേൾക്കേണ്ട സെക്കൻഡ് ഓടിയായിരുന്നു. ഓക്കെ. അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിബേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ രൂപം കൊണ്ടിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഇതേവരെ പിന്നെ മറ്റൊരു കാര്യം, ഈ രണ്ട് കാര്യങ്ങളിലൂടെയും ജോർജ് മലാഡന്റെ പ്രഭാഷണത്തിലൂടെയും ഞാൻ ഇട്ട വോയിസ് ക്ലിപ്പിലൂടെയും ആദ്യമായി മനസ്സിലാക്കി കൊടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നാളെ ടോസ്റ്റ് മാസ്റ്റർ ഇന്റർനാഷണൽ ഉൾപ്പെടുത്താൻ പോകുന്ന ഒരു മത്സര ഇനമാണ് ഇതെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരു ഗെയിമാണ്. അപ്പൊ ഈ ഗെയിമിലൂടെ നിങ്ങൾ അറിയാതെ പ്രസംഗം പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ 6 പേർക്കും 6 ഉത്തരവാദിത്തമാണുള്ളത്. ആ ഉത്തരവാദിത്തം ഞാൻ ഒന്നുകൂടി പറയാണ്, കുറെ കൂടി വിശദമായിട്ട് നിങ്ങൾ കേൾക്കണമായിരുന്നു. സാരമില്ല, എല്ലാ പഠനങ്ങളും ഇങ്ങനെ തന്നെയാണ്. കാരണം നമുക്കൊക്കെ തന്നെ മറ്റു ഒരുപാട് ജോലികൾ ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാവരും കൃത്യമായിട്ട് കേൾക്കാൻ കഴിഞ്ഞു വരില്ല. അപ്പൊ അതുകൊണ്ട് മുരളി, ടോസ്റ്റ് മാസ്റ്റർ മുരളി നമ്പർ 1, താങ്കൾ ചെയ്യേണ്ടത് വിഷയത്തെ, നിങ്ങൾ പഴമയെ ഇഷ്ടപ്പെടുന്ന ആളാണ്, നിങ്ങൾ വിഷയത്തെ അനുകൂലിക്കുന്ന അവതാരകനാണ്. 3, 4, 5 ആശയങ്ങൾ, അതിനോട് നീതി പുലർത്തുന്ന, അതിനെ പിന്തുണയ്ക്കുന്ന വസ്തുതകൾ കൊണ്ട് സമർത്ഥിക്കണം. ഇവിടെ ടോസ്റ്റ് മാസ്റ്റർ മുരളി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരു കാരണവശാലും പുതുമയെ നിങ്ങൾ കുറ്റം പറയുന്നില്ല. നിങ്ങൾക്ക് സമയമില്ല അതിനകത്ത്. അത് വളരെ ക്ലിയർ ആണ്. പുതുമയേക്കാൾ നല്ലത് പഴയതാണ്, പുതുമയിലെ പപ്പറോണ പെസിനേക്കാളും നല്ലത് പഴയ പഴങ്കഞ്ഞിയാണ് എന്ന് പറയരുത്. ശരിക്കും പറഞ്ഞാൽ പഴങ്കഞ്ഞിയെ കുറിച്ചോ അല്ലെങ്കിൽ ആ കാര്യം മാത്രമേ പറയാൻ പാടുള്ളൂ. മുരളിക്ക് അത് ക്ലിയർ ആയോ? ടോസ്റ്റ് മാസ്റ്റർ മുരളിക്ക് ക്ലിയർ ആയി. അപ്പൊ ടോസ്റ്റ് മാസ്റ്റർ മുരളി ക്ലിയർ ആവുന്നതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും, ഓഡിയൻസിനും ക്ലിയർ ആയി. അപ്പോ ടോസ്റ്റ് മാസ്റ്റർ മുരളിയുടെ പ്രസംഗത്തിനകത്ത് ഈ പഴമയെ അനുകൂലിക്കുന്ന 3, 4 പോയിന്റ്സ് ഉണ്ടാവും, അതിനെ സമർത്ഥിക്കുന്ന പോയിന്റ്സ് ഉണ്ടാവും. നമ്മൾ പഴമയെ ആഗ്രഹിക്കുന്ന വിധത്തിൽ അദ്ദേഹം അപ്പീൽ ചെയ്യുന്ന ഒരു രീതിയായിരിക്കും അദ്ദേഹത്തിന്റെ പ്രസംഗം. പുതുമയെ കുറിച്ച് എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യരുത്, നിങ്ങൾ വിട്ടിടുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 6 പേരുടെയും നിങ്ങൾ പേരെഴുതി വെക്കാൻ പറഞ്ഞത്. രണ്ടാമത്തെ പ്രസംഗികൻ എന്ന് പറയുന്നത് പ്രസംഗിക എന്ന് പറയുന്നത് സജി ജോസഫാണ്. സജി ജോസഫിന്റെ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഒരു കാരണവശാലും മുരളിയെ വിമർശിക്കരുത്. മുരളി ശരിക്കും പറഞ്ഞാൽ മുരളിയുടെ പ്രസംഗം കേൾക്കുകയേ വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് പുതുമയുടെ ഗുണങ്ങൾ മാത്രം പറയുക വേണ്ടത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതുമയെ കുറിച്ചിട്ട് 3, 4 പോയിന്റ് പറയുക, അതിനെ സമർത്ഥിക്കുക. ഒരു കാരണവശാലും അത് പഴമയേക്കാൾ നല്ലതാണെന്ന് പറയേണ്ട. പുതുമയാണ് നല്ലത്, അത് തന്നെ നിങ്ങൾ സമർത്ഥിക്കേണ്ടത്. ഇതാണ് സജി ജോസഫ് പറയുന്നത്. സജി ജോസഫിന് കാര്യം കൃത്യമായോ? അൺമ്യൂട്ട് ചെയ്ത് പറയാ. ഈ 6 പേരും അൺമ്യൂട്ട് ചെയ്തിരിക്കുക. മനസ്സിലായി. ഓക്കെ. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ പഴമയുടെ ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ കാണികൾ അദ്ദേഹത്തെയും കട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ വോട്ടിംഗ് ലിസ്റ്റിൽ നിന്ന്. ഇനി വേണ്ടത്, അപ്പൊ ഇനി ശ്രദ്ധിക്കുന്നത് ആദ്യത്തെ പ്രസംഗത്തിന്റെ റിബ്യൂട്ടൽ സ്പീച്ചാണ്. ആദ്യത്തെ പ്രസംഗം ചെയ്തത് പഴമക്കാരാണ്. അപ്പൊ അതിന്റെ റിബ്യൂട്ടൽ സ്പീച്ച് ചെയ്യുന്നത് ടോസ്റ്റ് മാസ്റ്റർ ഷക്കീല ആയിരിക്കും. പുതുമയിലുള്ള ടോസ്റ്റ് മാസ്റ്റർ ഷക്കീല ആയിരിക്കും. ഇവിടെ ടോസ്റ്റ് മാസ്റ്റർ ഷക്കീല ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മുരളിയെ മാത്രം വിമർശിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് മുരളി എന്ത് പറഞ്ഞു അതിനെ വിമർശിക്കുക. മുരളി പറഞ്ഞ പോയിന്റ് 3 എണ്ണോ 4 എണ്ണോ ആണെങ്കിൽ ആ 4 പോയിന്റും എഴുതിയെടുക്കുക. ആ 4 പോയിന്റ് തെറ്റാണെന്ന് സമർത്ഥിക്കുക, പിന്തുണയ്ക്കുക. അല്ലാതെ 5ാമത് പോയിന്റും 6ാമത് പോയിന്റും കൊണ്ടുവന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കല്ലേ വേണ്ടത്. അങ്ങനെ ചെയ്താൽ, കാണികളോട് വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുന്നു, അങ്ങനെ ചെയ്താൽ ടോസ്റ്റ് മാസ്റ്റർ ഷക്കീലയെയും നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് കട്ട് ചെയ്യുക. അപ്പൊ ഒരു കാരണവശാലും, അതാണ് ഏറ്റവും വലിയ 1ാമത്തെയും 2ാമത്തെയും പ്രാസംഗികയുടെ പ്രധാനമുള്ള കാരണം, നിങ്ങൾ പറഞ്ഞ പോയിന്റുകൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് 1ാമത്തെയും 2ാമത്തെയും പ്രസംഗികർ അനുകൂലമായും പ്രതികൂലമായും അവതരിപ്പിക്കുന്നവർ കൃത്യമായ പോയിന്റുകൾ കൊണ്ടുവരണം. അതിനപ്പുറത്തൊരു പോയിന്റ് വേറെ ആളോട് പറയുന്നില്ല. അപ്പോ വീണ്ടും ഞാൻ വരുന്നു. ആദ്യത്തെ പ്രാസംഗികന്റെ ഡെബ്യൂട്ടൽ സ്പീക്കർ, പുതുമയിലെ 2ാമത്തെ പ്രാസംഗിക ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ടോസ്റ്റ് മാസ്റ്റർ മുരളി പറഞ്ഞത് മാത്രം നിഷേധിക്കുക, തെറ്റാണെന്ന് സമർത്ഥിക്കുക, നാട്ടുകാരോട് പറയുക മുരളി പറഞ്ഞ് വിശ്വസിക്കരുത്. അത് എന്നിട്ട് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സജി പറഞ്ഞത് ശരിയാണെന്ന് പറയാം. സാധാരണ അതായത് ഇപ്പൊ മുരളി ഒന്നും പറഞ്ഞില്ല എന്ന് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റിബ്യൂട്ടൽ സ്പീക്കിംഗ് ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സജിയെ പിന്തുണയ്ക്കാനുള്ള അവസരം കിട്ടുക. സജിയെ പിന്തുണയ്ക്കുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയല്ല, അഥവാ
ഒന്നും പറയാത്ത ഒരു അവതാരകനാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ മുരളി ഒരുപാട് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരുപാട് പോയിന്റുകൾ കൃത്യമായി നിങ്ങൾ അതിനെ എതിർത്ത് നിങ്ങൾ പ്രസംഗിക്കണം. നാലാമത്തെ ആൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്പീച്ചിന്റെ റിബ്യൂട്ടർ സ്പീക്കറാണ്. അത് ടോസ്റ്റ് മാസ്റ്റർ കുഞ്ചിസ് ആണ്. ടോസ്റ്റ് മാസ്റ്റർ കുഞ്ചിസ് ഈ പറഞ്ഞത് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഒരു കാരണവശാലും അനുകൂലിച്ച പ്രസംഗികനെ കുറിച്ചല്ല, നിങ്ങൾ പ്രതികൂലിച്ച പ്രസംഗികന്റെ ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ പ്രസംഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സജി ജോസഫ് പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണ് എന്ന് നിങ്ങൾ സമർത്ഥിക്കുക. സമയമുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ പിന്തുണയ്ക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ കൃത്യമായി നിങ്ങൾ പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പൂർണ്ണ സമയവും നിങ്ങൾ സജി ജോസഫിനെ എതിർത്തുകൊണ്ട് പഴമയാണ് കൃത്യം, പഴമയാണ് ശരി എന്ന് വാദിച്ച് ഞങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കുകയാണ് വേണ്ടത്. ടോസ്റ്റ് മാസ്റ്റർ ഷക്കീലയ്ക്കും ടോസ്റ്റ് മാസ്റ്റർ കുഞ്ചിസിനും കാര്യങ്ങൾ മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ. ഇനി നിങ്ങൾക്ക് 4 പേരുടെയും സമയം എന്ന് പറയുന്നത് 3 മിനിറ്റ് ആണ്. ഈ 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ 2.5 മിനിറ്റിൽ നിങ്ങൾക്ക് പച്ച കിട്ടും. 2.5 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് പച്ച കിട്ടും. അര മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചുവപ്പ് കിട്ടും. 3 മിനിറ്റ്. അത് കഴിഞ്ഞ് 10 സെക്കൻഡ് കഴിയുമ്പോൾ അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെ അതൊക്കെ നിങ്ങൾ വോട്ട് ചെയ്യാൻ. ഇതിനകത്ത് ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ല. ഈ 6 പേരും വോട്ടിങ്ങിന് വരും. ടൈമിംഗ് ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ല. ഒരുപാട് തീർച്ചയായും നിങ്ങൾ അവരെയും കട്ട് ചെയ്യുക. ഓക്കെ. അപ്പോ നിങ്ങളുടെ സമയം 2.5 പച്ച, 3 ചുവപ്പ്, മഞ്ഞയില്ല, 3-10 സെക്കൻഡിനകത്ത്. ഓക്കെ. ഇനി അവസാനത്തെ 2 സ്പീക്കറാണ് ടോസ്റ്റ് മാസ്റ്റർ ഷർമി നവാസും ഗാവലിയൻ മെഹറിനും. നിങ്ങൾക്ക് 2 മിനിറ്റ് ഉള്ളൂ. അതാണ് അത് ശ്രദ്ധിക്കേണ്ട വ്യത്യാസം. 2 മിനിറ്റ് ഉള്ളൂ. ഈ 2 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് 1.5 മിനിറ്റിൽ നിങ്ങൾക്ക് പച്ച കിട്ടുകയും 2 മിനിറ്റിൽ മഞ്ഞ കിട്ടുകയും 2:10 കിട്ടുകയും ചെയ്യും. ഓക്കെ. അപ്പൊ നിങ്ങളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കുക, കൃത്യമായി ശ്രദ്ധിക്കുക. ഓക്കെ. നിങ്ങൾ കൺക്ലൂഡിങ് സ്പീച്ച് ചെയ്യുന്ന ആളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ടോസ്റ്റ് മാസ്റ്റർ ഇന്റർനാഷണൽ ആവശ്യപ്പെടുന്നത് 1 മിനിറ്റ്, ഈ 2 മിനിറ്റിലെ ആദ്യത്തെ 1 മിനിറ്റ് 60 സെക്കൻഡ് നിങ്ങൾ നിങ്ങളുടെ ടീമിലെ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ആ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ആൾക്കാരെ വീണ്ടും ഓർപ്പിക്കുക. കാരണം ഇവിടെ വെച്ചിട്ട് കുറെ സംഭാഷണം നടന്നിട്ടുണ്ട്. അതിനുശേഷം അതിനെ പിന്തുണയ്ക്കാവുന്നത് പിന്തുണയ്ക്കുക. പിന്നെ 40 സെക്കൻഡ് 40 സെക്കൻഡ്സ് ഓൺലി നിങ്ങൾ എതിർ വിഭാഗം പറഞ്ഞതിനെ എതിർക്കുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇൻ 20 സെക്കൻഡ്സ് 20 സെക്കൻഡിനകത്ത് നിങ്ങളുടെ ഭാഗമാണ് ശരിയെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളെ പിന്തുണയ്ക്കാൻ ആവശ്യപ്പെടുക. അപ്പീൽ ടു ദ ഓഡിയൻസ്. ഓക്കെ. അപ്പോ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 2 മിനിറ്റ്, അതിനകത്ത് 1 മിനിറ്റ് നിങ്ങളുടെ സ്വന്തം ടീമിനെ പിന്തുണയ്ക്കാൻ, 40 സെക്കൻഡ് എതിർ ടീമിനെ നിങ്ങൾക്ക് വിമർശിക്കാൻ, അവസാനത്തെ 20 സെക്കൻഡ് അപ്പീൽ ചെയ്യാൻ. ടോസ്റ്റ് മാസ്റ്റർ മെഹറിനും ടോസ്റ്റ് മാസ്റ്റർ ശർമ്മയ്ക്കും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ. അപ്പോ ഇതാണ് ഈ ഒരു പാഠം ഇനി നമ്മളുടെ ഒരു യോഗത്തിൽ ഇനി ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ടോസ്റ്റ് മാസ്റ്റർ ഇന്റർനാഷണൽ ഉദ്ദേശിക്കുന്ന ഈ ഡിബേറ്റ് എന്ന് പറയുന്നത്. ഈ ഡിബേറ്റ് അപ്പോൾ നമ്മൾ പല ഡിബേറ്റുകളും വ്യത്യസ്തമാണ്. ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞത്, ഇതൊരു ഔപചാരികമായ ചർച്ചയാണ്. സ്വന്തം ടീമിന് വേണ്ടി ഗോളടിക്കുക. ഉദാഹരണമായിട്ട് മുരളി പഴമക്കാരനാണെന്ന് വിചാരിക്കാം. മുരളി പറയാണ് എനിക്കിഷ്ടം പെപ്പറോണി പിസ്സയാണ്, പക്ഷെ പഴങ്കഞ്ഞിയെ കുറിച്ച് പറയാനാണ് എന്നോടൊന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പഴങ്കഞ്ഞിയെ കുറിച്ച് പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുരളി പറയുന്ന മുഴുവൻ ഫ്ലോപ്പായി. ശരിയല്ലേ? അപ്പോ അങ്ങനെ പറയുന്ന ഒരു രീതിയുണ്ട് ചില ആൾക്കാർക്ക്. അല്ല, ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുക മുരളി പഴങ്കഞ്ഞിയെ മാത്രം, പെപ്പറോണി പിസ്സ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാലോടെ തട്ടിയെറിയും മുരളി എന്നുള്ള രീതിയിലാണ് ഇവിടെ നമ്മളോട് പ്രതികരിക്കേണ്ടത്. തിരിച്ച് മോഡറേറ്ററിലേക്ക്. വളരെ നന്ദി ടോസ്റ്റ് മാസ്റ്റർ മുഹമ്മദ് ജലീൽ, എല്ലാ മാർഗനിർദ്ദേശങ്ങളും തന്നതിന്. അപ്പോ നമുക്ക് തുടങ്ങാം അല്ലേ? തീ പാറുന്ന വാഗ്വാദത്തിലേക്ക് എല്ലാവരെയും ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ പറയപ്പെടാറുണ്ട്,
പഴയ ആഹാര രീതികളാണ് വളരെ ആരോഗ്യകരം, വളരെ നല്ലത്, പുതിയ ആഹാര രീതികൾ മനുഷ്യനെ രോഗികളാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നൊക്കെ. എന്നാൽ വാസ്തവം പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ പുതിയ രീതിയിലുള്ള ചൈനീസ് സ്റ്റൈൽ ഫുഡ് കഴിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് പഴയ രീതിയിൽ ഈ പറഞ്ഞ പോലെ പഴങ്കഞ്ഞി കുടിക്കുന്നവരെക്കാൾ എത്രയോ അധികമാണ്. അപ്പോൾ അത് തമ്മിൽ ഒരിക്കലും നമ്മൾ പറയുന്നത് നമ്മുടെ പ്രവൃത്തിയുമായിട്ട് ഒരിക്കലും ഒരുമിച്ച് പോകുന്നില്ല. ഇന്ന് നമുക്ക് കേൾക്കാം ഏതാണ് ഉത്തമം, പഴയതാണോ പുതിയതാണോ. ആദ്യമായി ഞാൻ വിളിക്കുന്നു ടോസ്റ്റ് മാസ്റ്റർ മുരളീകൃഷ്ണനെ. ടോസ്റ്റ് മാസ്റ്റർ മുരളീകൃഷ്ണന്റെ മുമ്പിൽ ചൂടുപാറുന്ന പൊടിയരിക്കഞ്ഞിയും പപ്പടം ചുട്ടതും അച്ചാറും വെച്ചു. അടുത്ത് ഫ്രൈഡ് റൈസും ചിക്കൻ ടിക്കായും പിസ്സയും ഒക്കെ വെച്ചു. എന്തായിരിക്കും താങ്കൾ അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഇന്നത്തെ മോഡറേറ്റർ, എല്ലാ ടോസ്റ്റ് മാസ്റ്റർമാർക്കും നമസ്കാരം. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. പഴമയുടെ പുതുമ എന്നും നിലനിൽക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ ടോസ്റ്റ് മാസ്റ്ററാണ് ഞാൻ. ഭക്ഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പഴമക്കാർ എന്നും പ്രകൃതിയോടുകൂടി ഇണങ്ങി ചേർന്ന് നിന്നുകൊണ്ട് ഭക്ഷണ രീതികൾ മുന്നോട്ട് നയിക്കുന്ന ഒരു സമൂഹമായിരുന്നു അന്ന് നമ്മൾ. അതിന് പലതരത്തിലുള്ള ഉദാഹരണങ്ങൾ എനിക്കിവിടെ നിങ്ങളെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ചൂട് കാലത്ത് ചൂടിനനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ, വെള്ളരിക്ക, കുമ്പളങ്ങ തുടങ്ങിയ വളരെ വെള്ളം ഊറുന്ന ഭക്ഷണ രീതികളാണ് നമ്മൾ സാധാരണ കഴിക്കാറുള്ളത്. അതുപോലെ തന്നെ തണുപ്പ് കാലത്ത് കർക്കിടക മാസത്തിൽ നമ്മൾ പലപ്പോഴും തമാശയിലൂടെ പറയും കഞ്ഞിയും പുഴുക്കുമെന്ന്. കാവുത്തും ചേമ്പും തുടങ്ങിയ നമ്മുടെ ശരീരത്തിന് ചൂട് നൽകുന്ന കൃത്യമായ ഭക്ഷണങ്ങളാണ് മഴക്കാലത്തായ കർക്കിടക മാസത്തിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ഭക്ഷണ രീതിയിലും ആ പഴമയിൽ എന്നും നമ്മൾ ഊന്നി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾക്ക് ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കാൻ സാധിക്കും. അസുഖങ്ങൾ വളരെ കുറഞ്ഞ ഒരു കാലഘട്ടം ആയിരുന്നു അന്ന് നമ്മൾക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒന്നാണ് വിരുദ്ധാഹാരം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മോര്, മത്സ്യം ഒന്നിച്ച് കഴിക്കാൻ പാടില്ല എന്ന്. അതിൻ്റെയൊക്കെ കൃത്യമായ രാത്രി കാലങ്ങളിൽ മോര് ഒഴിവാക്കണമെന്ന്. ഇതൊക്കെ ദഹനത്തെ ബാധിക്കുന്ന വസ്തുക്കളാണ്. നമ്മൾ അന്ന് വളരെ ശ്രദ്ധിച്ചിരുന്നു നമ്മുടെ ഓരോ മനുഷ്യ ശരീരത്തിലെ ദഹന പ്രക്രിയ എങ്ങനെ നടന്നിരുന്നു. അതിൻ്റെ രീതിയിൽ തന്നെയായിരുന്നു നമ്മളെ ഓരോ ഭക്ഷണ രീതിയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പഴമക്കാർ എന്നും എപ്പോഴും പ്രകൃതിക്കൊപ്പവും അതുപോലെ തന്നെ പ്രായത്തിനൊപ്പവും, പണ്ട് കാലങ്ങളിൽ പ്രായമായാൽ നമ്മൾ വീട്ടിൽ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് പ്രായമായവർക്ക് കൊടുത്തിരുന്നത്? നമ്മൾ കുഴമ്പ്, അതുപോലെയുള്ള പല അരിഷ്ടങ്ങൾ, ഇതെല്ലാം കൃത്യമായ പ്രകൃതിയുമായി വളരെ അടുത്ത ഭക്ഷണ രീതികളാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മൾ പഴമയിൽ പുതുമ കണ്ടെത്തി പഴയ ഭക്ഷണ രീതികൾ മുന്നോട്ട് പോകണം. അത് നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുമെന്ന് ഞാൻ ഇവിടെ ഊന്നി പറയുന്നു. തിരിച്ച് ഇന്നത്തെ മോഡറേറ്ററിൽ. നന്ദി ടോസ്റ്റ് മാസ്റ്റർ മുരളീകൃഷ്ണൻ. അടുത്തതായി പുതുമയെ ഇഷ്ടപ്പെടുന്നതായി, അതായത് പുതുമ ഇഷ്ടപ്പെടുന്ന ആഹാര രീതികളെ പറ്റി സംസാരിക്കാനായി നമ്മുടെ മുമ്പിൽ എത്തുന്നത് ടോസ്റ്റ് മാസ്റ്റർ സജി ജോസഫ് ആണ്. ടോസ്റ്റ് മാസ്റ്റർ സജി ജോസഫ്, താങ്കൾക്ക് പഴമയോ പുതുമയോ ഇഷ്ടമെന്നതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? താങ്കൾക്ക് എന്തുകൊണ്ടാണ് പുതുമ ഇഷ്ടപ്പെടുന്നത്? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അവതാരകയ്ക്കും ഇന്നത്തെ ടോസ്റ്റ് മാസ്റ്റർ മെമ്പേഴ്സിനും അതിഥികൾക്കും എല്ലാം എൻ്റെ നമസ്കാരം. എന്നും നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, പഴയതാണോ പുതിയതാണോ നല്ലത്? പഴയ സിനിമയാണോ പുതിയ സിനിമയാണോ നല്ലത്? പഴയ പാട്ടാണോ പുതിയ പാട്ടാണോ നല്ലത്? നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും, പുതിയവയൊന്നും പുതിയ സൃഷ്ടികളല്ല. അത് കാലാന്തരത്തിൽ രൂപാന്തരപ്പെട്ടു വരുന്നതാണ്, പ്രത്യേകിച്ച് ശൈലികൾ.
ഇന്ന് ജീവിതത്തിന്റെ വേഗവും താളവും എല്ലാം മാറി. തലേദിവസം രാത്രിയിൽ അരിയും ഉഴുന്നും വെള്ളത്തിലിട്ട് അത് അരച്ച് ദോശയും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി എല്ലാവർക്കും വെച്ച് വിളമ്പുവാൻ ഒരുപക്ഷെ ഇന്നത്തെ വീട്ടമ്മയ്ക്ക് സാധിച്ചെന്ന് വരില്ല. അതിനാൽ നമുക്ക് കുറച്ചൊക്കെ റെഡി ടു കുക്ക് ഫുഡിനെയോ അല്ലെങ്കിൽ റെഡി ടു ഈറ്റ് പാക്ഡ് ഫുഡിനെയോ ഒക്കെ ആശ്രയിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ധാരാളം ഉണ്ടാവും. അതൊരിക്കലും നമ്മൾ നിർബന്ധിതപൂർവം നമ്മൾ ചെയ്യുന്നതല്ല, നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. അതുപോലെ ഇന്ന് നമുക്ക് ചുറ്റും ലഭിക്കുന്ന വസ്തുക്കളെല്ലാം ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ഒന്നും അന്യഗ്രഹങ്ങളിൽ നിന്ന് വന്നതൊന്നുമല്ല. നമ്മൾ പറയാറുണ്ട്, തിരിഞ്ഞു കടിക്കാത്തതിന് എന്തും നമുക്ക് കഴിക്കാം. അതുകൂടാതെ തന്നെ ഇന്ന് സഞ്ചരിക്കുന്ന മനുഷ്യരാണ്. നമ്മുടെ നാട്ടിൽ നോക്കി തന്നെ അറിയാം, ഏത് വീട്ടിലായാലും വിദേശത്ത് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ വിദേശത്ത് ജീവിക്കുന്നവരോ ആയ ആരെങ്കിലും ഒരാൾ കാണും. അപ്പോൾ നമ്മൾ പുതിയ നാടിനെ അറിയുന്നു, പുതിയ ഭക്ഷണശീലികൾ മനസ്സിലാക്കുന്നു. ഒരു നാടിനെ അറിയണമെങ്കിൽ അവിടുത്തെ ആഹാര രീതി നമ്മൾ അറിയണം. ഒരു നാടിനെ നന്നായി അറിയണമെങ്കിൽ അവിടുത്തെ ആഹാര രീതി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പുതിയ കാര്യങ്ങൾ നമ്മുടെ അടുക്കളയിലേക്കും നമ്മുടെ തീൻമേശയിലേക്കും ഒക്കെ കടന്നു വരുന്നത് സ്വാഭാവികമായ കാര്യമാണ്. അതിനാൽ തന്നെ ഇന്നത്തെ ജീവിതത്തിന്റെ ഒരു മുഖച്ഛായ തന്നെ ആഹാരവുമായി, ആഹാരശൈലിയുമായി ബന്ധപ്പെട്ടാണ്. കാരണം നമ്മുടെ പ്രവർത്തന മേഖലകളിലെല്ലാം നമുക്ക് എത്തിപ്പെടേണ്ട രംഗങ്ങളിലെല്ലാം നമുക്ക് സമയത്തിന്റെ പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. ആ സമയത്തിന്റെ പ്രശ്നങ്ങളിൽ നമ്മൾ വീർപ്പുമുട്ടുമ്പോൾ പുതിയ ആഹാര ശൈലികളെ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം, പഴയതിൻ്റെ മേന്മകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് പുതിയതിനെ ആശ്ലേഷിക്കാം. പുതിയ തലമുറയെ നമുക്ക് ആ ഒരു ആഹാര ശൈലിയുടെ ഗുണങ്ങൾ മനസ്സിലാക്കി കൊടുക്കാം. അതുപോലെ തന്നെ അധ്വാനശീലരുള്ള ഒരു ജനതയെ നമുക്ക് വാർത്തെടുക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എൻ്റെ അടുത്ത സുഹൃത്തിന് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് നമുക്ക് കാതോർക്കാം. നന്ദി ടോസ്റ്റ് മാസ്റ്റർ സജി ജോസഫ്. അപ്പോൾ നമ്മൾ രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ കേട്ട് കഴിഞ്ഞു. ടോസ്റ്റ് മാസ്റ്റർ മുരളി മോഡറേറ്റർ കട്ടായിട്ടുണ്ട്. ഹലോ, ആരും കേൾക്കുന്നില്ല ഈ പറയുന്നത്, അതോ ബ്രേക്ക് ആയതാണോ? മോഡറേറ്റർ കട്ടായതാണ്. ഓക്കെ. നമുക്ക് സംവാദം തുടരാം. ബി ടീമിലെ ആദ്യത്തെ പ്രാസംഗികയ്ക്ക് ആരംഭിക്കാം. ആരാണ്? ഞാനാണോ? അതെ, ബി ടീമിൽ രണ്ടാമത്തെ പ്രാസംഗിക. ഓക്കെ. ഇന്നത്തെ മുഖ്യ ടോസ്റ്റ് മാസ്റ്റർ, സഹ ടോസ്റ്റ് മാസ്റ്റേഴ്സ്, ഡിബേറ്റിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സ്നേഹം. എൻ്റെ ആദ്യത്തെ പഴമയെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഡിബേറ്റർ സംസാരിച്ചു. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. പക്ഷെ പഴമ ഭക്ഷണ രീതിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാലത്ത് പ്രമേഹ സാധ്യത എന്തുകൊണ്ടാണ്? ഇന്ത്യയിലെ 80 കോടിയിലധികം ജനങ്ങൾക്ക് പ്രമേഹ രോഗ സാധ്യതയാന്ന് പറയുന്നത്. കാരണം ഒരേ ഒരു അരി അല്ലെ, അരി സാധനങ്ങളാണ് കൂടുതൽ കഴിക്കുന്നത്. ചോറ് കഴിക്കുക, അരിയാഹാരം അല്ലെങ്കിൽ ഗോതമ്പ്, ഈ 2 ധാന്യങ്ങൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ള ജനങ്ങൾ കഴിക്കുന്നത്. അപ്പൊ ഈ പഴമ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളതെന്ന് മനസ്സിലാവുന്നു. അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് കുഴമ്പ് കഴിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടു. കുഴമ്പ് കഴിക്കുന്നതാണോ? പ്രകൃതി ചികിത്സയുടെ ഭാഗമായിട്ട് കഷായം കുടിക്കും, ഓക്കെ, പക്ഷെ കുഴമ്പ് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതും പഴമക്കാലത്ത് കഴിച്ചിരുന്നോ എന്നുള്ളത് അറിയില്ല. പിന്നെ പ്രകൃതി എവിടെയാണ് നമ്മൾക്കുള്ളത്?
ഡിബേറ്റിനോട് ഒരേ ഒരു അഭ്യർത്ഥനയുള്ളത്, പ്രകൃതിയിലൂടെ നമ്മൾ ഭക്ഷണം കഴിക്കും. നമുക്ക് പ്രകൃതി ഉണ്ടോ? പ്രകൃതി ഇല്ലാതെ എവിടെയാണ്? നമുക്ക് മരങ്ങളൊക്കെ നമ്മളുടെ വീട്ടുമുറ്റത്ത് എല്ലാം വിഷചികിത്സ എന്ന് വേണമെങ്കിൽ പറയാം. പ്രകൃതിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിലാണ് ഇത്രയും ക്യാൻസർ പേഷ്യൻസ് നമുക്ക് കൂടുതൽ ഇല്ലേ? ഈ വരുന്ന പഴങ്ങളും പച്ചക്കറികളും, വിഷരഹിത പച്ചക്കറികൾ എവിടുന്നാ നമുക്ക് കിട്ടുന്നത്? അപ്പൊ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക നമ്മൾ എന്നൊക്കെ പറയുന്നതിനകത്തുള്ളൊരു യുക്തി മനസ്സിലാകുന്നില്ല. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ മുഴുവൻ നമുക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നതാണ്. നമ്മളുടെ വീട്ടിൽ പുതിയ കാലത്ത് ഏറ്റവും അധികം കണ്ടുവരുന്നത് നമ്മളുടെ വീട്ടിൽ വെക്കുന്ന, നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടു വളർത്തുന്ന മരങ്ങൾ, അതിൽ നിന്നുള്ള പഴങ്ങളും പച്ചക്കറികളും പുതിയ കാലത്ത് പച്ചയ്ക്ക് കഴിക്കുന്ന ഒരു ശീലം. പണ്ടൊക്കെ നമ്മളെന്ന് ഒരിക്കലും പഴമക്കാർ പച്ചയ്ക്ക് ഈ സാധനങ്ങളൊന്നും കഴിക്കാൻ, അതിന്റെ ഉപയോഗങ്ങൾ, അതിന്റെ ഗുണങ്ങൾ, മാങ്ങയൊക്കെ നമ്മൾ കഴിച്ചിരുന്നത് തൊലിയൊക്കെ മുറിച്ചിട്ടായിരുന്നു. ആ തൊലിയിലുള്ള ഗുണങ്ങൾ പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഡിബേറ്റ് ചെയ്യുന്നതില് ഏറ്റവും അധികം എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് പഴമയുടെ ഈ കുറെ ഗുണങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് റിസൾട്ട് എന്താണ്? അതായത് പഴമക്കാർ പറയുന്നത് പോലെ തന്നെ നമ്മൾ കേട്ട് അരിയാഹാരം കഴിക്കുക, ഷുഗർ കിട്ടുന്നു, പ്രകൃതിയിൽ നിന്നുള്ള ഇത് കഴിക്കുക, കായ്കനികൾ കഴിക്കുക, നമുക്ക് ക്യാൻസർ കിട്ടുന്നു. ഇതിന്റെയൊക്കെ ഗുണങ്ങൾ ഇതാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി ഏത് ഭക്ഷണ രീതികളാണെന്നുള്ളത് എല്ലാ കൃത്യമായിട്ടുള്ള കണക്കുകളും പുതിയ ലോകത്തെ ആളുകൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഏത് നമുക്ക് കഴിക്കണം, ഏത് നമുക്ക് കഴിക്കണ്ട, പണ്ട് നമ്മളോട് ആരും പറഞ്ഞു തന്നിട്ടില്ല. എന്റെയൊക്കെ അനുഭവം പറഞ്ഞാൽ പഴമക്കാരൊന്നും ഒരു ശീലം അനുസരിച്ച് പരമ്പരാഗത രീതികൾ എങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്ത് വന്നത്, രാവിലെ ഇത് കഴിക്കണം, ഉച്ചയ്ക്ക് ഇത് കഴിക്കണം, ഇതിന്റെ ഗുണമുണ്ടോ ദോഷമുണ്ടോ? സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ പലപ്പോഴും തലയിറങ്ങിയൊക്കെ വീണിട്ടുണ്ട്. അത് പഴമ ആ കാലത്ത് എത്രയോ കുട്ടികളാണ്, ഇന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സ്കൂളിലും പുതിയ കാലത്ത് ഒരു കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ തലചുറ്റി വീഴുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഈ പഴമ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സ്കൂളുകളിലൊക്കെ എപ്പോഴും കണ്ടിരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പുതിയ കാലത്തെ പുതിയ ഭക്ഷണ സംസ്കാര രീതിയെ നമുക്ക് പിന്തുടരാം എന്ന് പറഞ്ഞുകൊണ്ട് ബാക്ക് ടു. നന്ദി ടോസ്റ്റ് മാസ്റ്റർ ഷക്കീല വഹാബ്. അടുത്തതായി നമ്മോട് സംവദിക്കാൻ എത്തുന്നത് ടോസ്റ്റ് മാസ്റ്റർ കുഞ്ചീസ് ആണ്. ടോസ്റ്റ് മാസ്റ്റർ സജീവ് ജോസഫ് പറഞ്ഞതനുസരിച്ച് റെഡി ടു ഈറ്റ് ഫുഡ്, അതായത് പാക്ഡ് ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് ഇപ്പൊ കൂടുതൽ സൗകര്യപ്രദം എന്നാണ് അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തലേന്ന് തന്നെ ദോശ ഇടാൻ ഒരുപക്ഷെ സമയം കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ട് പാക്ഡ് ഫുഡ് കഴിക്കുന്നതാണ് ഉത്തമം എന്നാണ് അദ്ദേഹം സംസാരിച്ചത്. ഇതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ടോസ്റ്റ് മാസ്റ്റർ കുഞ്ചീസ്? ഏറെ ബഹുമാനപ്പെട്ട ഇന്നത്തെ സംവാദക അധ്യക്ഷ, സഹ ടോസ്റ്റ് മാസ്റ്റേഴ്സ് എല്ലാവർക്കും നമസ്കാരം. നാവില് ഊറുന്ന രുചിയുടെ ആവേശത്തില് നമ്മുടെ എൻ്റെ സുഹൃത്തായ സജി ജോസഫ് കൂടുതലും പഴമയെ കുറിച്ചിട്ട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പഴയ ഫുഡാണ് നല്ലതെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലൂടെയും അദ്ദേഹം നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം പറഞ്ഞിരുന്നു, പഴയതിൽ നിന്നുമാണ് ഇപ്പോഴുള്ള ശൈലികളെല്ലാം ഉണ്ടായിരിക്കുന്ന ആദ്യം പൈതൃകം ഒന്നിനും ഇല്ല. അതായത് പഴയ ഫുഡിൽ നിന്നൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുത്തിട്ടുള്ള പല സാധനങ്ങളുമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത്. പിന്നെ റെഡി ടു ഈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും റെഡി ടു ഈറ്റ് എന്ന് പറയുമ്പോഴും അദ്ദേഹം റെഡി ടു ഈറ്റ് ആ ഫുഡ് നല്ലതാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ നമ്മൾ അതൊക്കെ തെരഞ്ഞെടുക്കപ്പെടാനായിട്ട് നിർബന്ധിതരാകുന്നു, നമ്മളതിനൊക്കെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിനോടൊക്കെ വളരെയധികം വിയോജിപ്പുണ്ട്. നമുക്ക് ഫുഡ് ഉണ്ടാക്കാനും മാത്രം കഴിയാത്തത്ര തിരക്കിലായി പോയോ നമ്മൾ? ഫുഡ് ഉണ്ടാക്കാൻ മാത്രം തിരക്കിലായി, അതുപോലും ഉണ്ടാക്കാൻ കഴിയാത്തത്ര തിരക്കിലായി പോയെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം മാത്രമല്ല എന്ന് ഞാൻ എൻ്റെ സുഹൃത്ത് സജി ജോസഫിനെ ഓർമ്മിക്കുന്നു. നമ്മൾ തമ്മിൽ ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ആഹാരത്തിന് അതിന് സമയം കണ്ടെത്തണം. അപ്പോ നമ്മൾക്ക് ഈ പഴയ രീതിയിലുള്ള ആഹാരം ഒഴിവാക്കി റെഡി ടു ഈറ്റ്, പോയി നടന്ന് തിന്നാൻ പറ്റുന്ന, ഏത് കടയിൽ നിന്നും മേടിച്ച് തിന്നാൻ പറ്റുന്ന ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ശരീരത്തിന്റെ ആരോഗ്യം മാത്രമല്ല പരസ്പരമുള്ള സ്നേഹമാണെന്നും കൂടെ ഞാനത് അദ്ദേഹത്തെ ഓർപ്പിക്കുകയാണ്. പിന്നെ അദ്ദേഹം പറയുകയുണ്ടായി, നമ്മൾ നാടിനനുസരിച്ച് നീങ്ങേണ്ടതുണ്ട്, പുതിയ ഭക്ഷണ രീതികളും അവിടെ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്, എനിക്ക് അദ്ദേഹത്തിന്റെ പേര് ഓർമ്മയില്ല, ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമയുണ്ടല്ലോ,
ആ സിനിമ വളരെ മനോഹരമായ സിനിമ ഡയറക്റ്റ് ചെയ്ത ആ വ്യക്തിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ആ വ്യക്തി അദ്ദേഹം എനിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയാം. എന്റെ അറിയാവുന്ന പേരായിരുന്നു, പക്ഷെ മറന്നുപോയി ഞാനത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹം തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മരണത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഈ മരണത്തിലേക്ക് നയിച്ചത് ഈ ഫാസ്റ്റ് ഫുഡാണ്, പുതിയ ഭക്ഷണ രീതിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല സച്ചിൻ അല്ല, അതല്ല സച്ചിൻ അല്ല, ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമയുടെ രാജേഷ് പിള്ള, അത് തന്നെ രാജേഷ് പിള്ള അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ സജി ജോസഫ് എന്ന് പറയുന്ന എന്റെ സുഹൃത്തിനോട് ഞാൻ പറയട്ടെ, പുതിയ ഭക്ഷണ രീതികൾ നമ്മുടെ സമയത്തിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ സൗകര്യത്തിനോ അനുസരിച്ചിട്ട് നമ്മൾ പുതിയ ഭക്ഷണ രീതിയിലേക്ക് തിരിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് നമ്മുടെ ഭക്ഷണത്തോടുള്ള ആ രീതി നമ്മൾ പിന്തുടർന്നിട്ട് തന്നെയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു വരുന്നത് കടന്നു വരുന്നത് സ്വാഭാവികമാണ്. അതായത് കടന്നു വരുന്നത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പഴമയുടെ ഫുഡിലേക്കൊക്കെ നമുക്ക് പോകാം, പക്ഷെ ഇതൊക്കെ കടന്നു വന്നു പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അവസാനം പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തോട് നിർഭാഗ്യവശാൽ എനിക്ക് അദ്ദേഹത്തോട് എതിർക്കാനൊന്നുമില്ല എന്നുള്ളത് പറയട്ടെ. അദ്ദേഹം അവസാനം പറഞ്ഞ് നിർത്തിയ വാക്ക് എന്താണെന്നറിയാമോ? പഴയതിന്റെ മേന്മകളെ സ്നേഹിക്കുമ്പോഴും പുതുമയെ നമുക്ക് ആശ്ലേഷിക്കാമെന്നാണ്. പക്ഷെ പഴയതിന്റെ മേന്മയെ അംഗീകരിക്കുന്ന എന്റെ പ്രിയ സുഹൃത്ത് സജി ജോസഫിനോട് ആ പഴയ ഫുഡിലേക്ക് തിരിച്ചു പോകാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ബാക്ക് ടു ഇന്നത്തെ സംവാദകം. നന്ദി ടോസ്റ്റ് മാസ്റ്റർ കുഞ്ചീസ്. അപ്പോ പഴമയെയും പുതുമയെയും ഒരുപോലെ ആകർഷിക്കുന്ന രീതിയിലുള്ള, അതായത് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ സംവാദം മുന്നോട്ട് പോകുന്നത്. കുറച്ചുകൂടെ തീ പാറുന്ന രീതിയിൽ, കുറച്ചുകൂടെ ആവേശത്തോടു കൂടി എല്ലാവരും സംസാരിക്കണം. പഴമയെ ഇഷ്ടപ്പെടുന്നവര് പഴമ മാത്രം, പുതുമയെ ഇഷ്ടപ്പെടുന്നവര് പുതുമ മാത്രം. അപ്പൊ നമ്മുടെ ടോസ്റ്റ് മാസ്റ്റർ ഷക്കീല വഹാബ് പറഞ്ഞത്, പഴയ രീതിയിലുള്ള ആഹാരം കഴിച്ച് പലരും സ്കൂളിലൊക്കെ കുഴഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. അതായത് നമ്മള് ഒരു ആഹാരത്തിന്റെ ഗുണമുള്ള ഭാഗം നീക്കം ചെയ്തിട്ട് ഗുണമില്ലാത്ത ഭാഗമാണ് തിന്നുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ടോസ്റ്റ് മാസ്റ്റർ ഷക്കീല വഹാബ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ രീതിയിലുള്ള ആഹാര രീതികളാണ് നമുക്ക് ആരോഗ്യത്തിനും സമയത്തിനും ഒക്കെ നല്ലതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗാവൽസ് ടോസ്റ്റ് മാസ്റ്റർ ഷെർമി നവാസ്. ടോസ്റ്റ് മാസ്റ്റർ ഷെർമി നവാസ് ഈ ടോസ്റ്റ് മാസ്റ്റർ സജി ജോസഫിന്റെയും ടോസ്റ്റ് മാസ്റ്റർ ഷക്കീല വഹാബിന്റെയും അഭിപ്രായത്തോട് താങ്കൾക്ക് എങ്ങനെ പ്രതികരിക്കാനാകും? ടോസ്റ്റ് മാസ്റ്റർ ഷെർമി നവാസ്. പോയിന്റ് ഓഫ് ഓർഡർ. താങ്കൾ ഷെർമി നവാസിനെ അല്ല വിളിക്കേണ്ടത്, ടീം ബിയിലെ കൺക്ലൂഡ് ചെയ്യുന്ന ആളെയാണ് വിളിക്കേണ്ടത്. ഓക്കെ താങ്ക് യു. ഇപ്പോ നമ്മളോട് സംവദിക്കുന്നത് ഗാവൽസ് മെഹ്റിൻ മൻസൂർ ആണ്. ഗാവൽസ് മെഹ്റിൻ മൻസൂർ സംസാരിക്കേണ്ടത് ടോസ്റ്റ് മാസ്റ്റർ കുഞ്ചീസ് പറഞ്ഞതിനല്ലേ? ടോസ്റ്റ് മാസ്റ്റർ മെഹ്റിൻ മൻസൂർ ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന വിധത്തിൽ ടോസ്റ്റ് മാസ്റ്റർ മുരളീകൃഷ്ണനും ടോസ്റ്റ് മാസ്റ്റർ കുഞ്ചീസും സംസാരിച്ചതിനെയും സ്വന്തം അഭിപ്രായവും വെച്ച് ഇതിന്റെ ഒരു കൺക്ലൂഷനാണ് ടോസ്റ്റ് മാസ്റ്റർ ഗാവൽസ് മെഹ്റിൻ മൻസൂർ നടത്തേണ്ടത്. ഗാവൽസ് മെഹ്റിൻ മൻസൂർ, താങ്കൾക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട ഇന്നത്തെ മോഡറേറ്റേഴ്സ്, സഹ ടോസ്റ്റ് മാസ്റ്റേഴ്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യം തന്നെ എൻ്റെ എതിർ ടീമിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അങ്കിൾമാരെ എനിക്കൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 2021 ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മയും ഉപ്പയും എല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മളെല്ലാവരും വളരെ ബിസി ആയ ഒരു ലൈഫ് സ്റ്റൈലിൽ ആണ് ഇപ്പോൾ നമ്മളെല്ലാവരും ജീവിക്കുന്നത് തന്നെ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ പണ്ടത്തെ രീതിയിൽ എന്ന് പറയുന്നത്, അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരുപാട് സമയമെടുക്കും, ഒരുപാട് സമയം, എനർജി. അതിനുള്ള സമയം ഇപ്പോ നമുക്കുണ്ടോ? ഇല്ല, നമുക്ക് തീർച്ചയായിട്ടും ഇല്ല. പിന്നെ നമ്മൾ ഫുഡ് സയൻസസ് പഠിക്കുന്ന സമയത്ത് 3 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. 3 A's: അവൈലബിലിറ്റി, accessibility ആൻഡ് അഫോർഡബിലിറ്റി. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും ഈ ട്രഡീഷണൽ ഫുഡ് തന്നെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ പുതിയ രീതിയിലുള്ള ഭക്ഷണ രീതികളാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും എപ്പോഴും അവൈലബിൾ ആണ്, അല്ലേ? നമ്മളിങ്ങനെ തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വിശക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഫുഡ് റെഡിയാണ്. അത് നമുക്ക് ആക്സസ് ചെയ്യാനും ഒട്ടും ബുദ്ധിമുട്ടില്ല. നമുക്ക് ഒതുങ്ങുന്ന രീതിയിൽ തന്നെ നമുക്കത് അഫോർഡ് ചെയ്യാനും കഴിയുന്നുണ്ട്.
പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇന്ത്യയിൽ കൂടുതലും എനിക്ക് തോന്നുന്നു നമ്മൾ പഴയ രീതി തന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് എന്നാണ്. പക്ഷെ ഇന്ന് ടോസ്റ്റ് മാസ്റ്റർ ഷെക്കില മാം പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ ലോകത്തിലെ തന്നെ ഡയബറ്റിക് ക്യാപിറ്റൽ ആയിട്ടാണ് അറിയപ്പെടുന്നത്. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഭക്ഷണ രീതികൾ ഉണ്ടായിട്ട് പോലും എല്ലാവർക്കും ഇത്രയധികം അസുഖങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പുതിയ രീതികളിൽ നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഫുഡ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ട്രിപ്പ് പോയ സമയത്ത് നമുക്കറിയാം നമ്മുടെ റസൂലങ്കൻ്റെ വൈഫ് സുലൈഖ ആൻറ്റി വെജിറ്റേറിയൻ ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെജിറ്റേറിയൻ ഫുഡ് ആണെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയമില്ല. ഇപ്പോൾ നമ്മൾ പഴയ രീതികൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഫുഡ് അവൈലബിൾ അല്ല. പക്ഷെ പുതിയ രീതികൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വേണ്ട രീതിയിൽ, ഇപ്പൊ നമ്മൾ അലർജിക് ആണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ തന്നെ നമുക്ക് ഫുഡ് അവൈലബിൾ ആണ്. പിന്നെ ഷെക്കില മാം പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ മോർ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും പുതിയ രീതിയിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പുതിയ രീതി തന്നെ അഡോപ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്ക് ടു ടോസ്റ്റ്. നന്ദി ഗാവൽ മെഹ്റിൻ മൻസൂർ. അപ്പൊ നമ്മുടെ സംവാദത്തിന്റെ ഏകദേശം അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇനി ടോസ്റ്റ് മാസ്റ്റർ ഷെർമി നവാസ്, താങ്കളുടെ അഭിപ്രായം അത് കൺക്ലൂഡ് ചെയ്ത് ഒന്ന് അവതരിപ്പിക്കാമോ? ടോസ്റ്റ് മാസ്റ്റർ ഷെർമി നവാസ്, താങ്കൾ എന്തുകൊണ്ടാണ് പഴമ ഇഷ്ടപ്പെടുന്നത്? വെൽക്കം. ബഹുമാനപ്പെട്ട ഇന്നത്തെ മോഡറേറ്റർ, ടോസ്റ്റ് മാസ്റ്റേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ടോസ്റ്റ് മാസ്റ്റർ മുരളീകൃഷ്ണൻ പറഞ്ഞു, മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അതെ, നമുക്കെപ്പോഴും പഴമ എന്ന് പറയുമ്പോൾ എപ്പോഴും ആദ്യം ഒരു കയ്പാണ്, പിന്നെ അതിന്റെ മധുരം അറിയുള്ളൂ. ഇവിടെ നമ്മുടെ പ്രകൃതിക്ക് അനുസരിച്ചാണ് പഴമക്കാർ ആഹാരം കഴിച്ചിരുന്നത്. അത് തികച്ചും ശരിയാണ്. പ്രകൃതി അല്ലെങ്കിൽ കാലത്തിനനുസരിച്ചാണ് പഴമക്കാർ ആഹാരം കഴിച്ചിരുന്നത്. അതിലൂടെ അവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിച്ചിരുന്നു. അതായത് മഴക്കാലത്ത് കർക്കിടക കഞ്ഞി കുടിക്കുന്നതിലൂടെയും ചൂടുകാലത്ത് തണുപ്പ് കൂടിയ ആഹാരം കഴിക്കുന്നതിലൂടെയും ഒക്കെ സംഭാരം കുടിക്കുന്നതിലൂടെയൊക്കെ അവരുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിച്ചിരുന്നു. പക്ഷേ ഇവിടെ നമ്മള് ടോസ്റ്റ് മാസ്റ്റർ സജി പറഞ്ഞു, തിരിഞ്ഞു കടിക്കാത്തത് എന്തും കഴിക്കാം. അങ്ങനെ കഴിച്ചാൽ നമ്മൾ അധിക കാലം ഉണ്ടാവില്ല. തിരിഞ്ഞു കടിക്കാത്തത് എന്തും കഴിക്കാൻ നമ്മളുടെ ശരീരം സമ്മതിക്കില്ല. പിന്നെ ടോസ്റ്റ് മാസ്റ്റർ ഷക്കീല ടീച്ചർ പറഞ്ഞു, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ കഴിയില്ല എന്ന്. എന്തുകൊണ്ട് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ കഴിയില്ല? ഉള്ള സ്ഥലത്ത് നമുക്ക് കുറച്ചൊക്കെ കൃഷി ചെയ്തും മറ്റും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ കഴിയും. ഇന്നത്തെ സാഹചര്യത്തിലും കഴിയും. പിന്നെ നമുക്ക് ഇന്നത്തെ ആശുപത്രികളിൽ നോക്കുമ്പോൾ തന്നെ കാണാം, ഡോക്ടർമാരുടെ മുന്നിൽ നീണ്ട ക്യൂ ആണ് രോഗികളുടെ. രോഗം കൂടുന്നത് ആഹാരശീലങ്ങളിലും നമ്മുടെ ഭക്ഷണശീലത്തിലും അല്ലാത്ത ജീവിതശൈലിയിലുമുള്ള മാറ്റങ്ങൾ തന്നെയാണ് അതിന് കാരണം. പിന്നെ അരിയാഹാരത്തെ കുറ്റം പറയാനാകില്ല. അരിയാഹാരം ഒരിക്കലും പ്രമേഹം ഉണ്ടാക്കുന്നില്ല. നമ്മുടെ വ്യായാമ കുറവ് തന്നെയാണ് പ്രമേഹം കൂടുന്നതിന് കാരണം. അല്ലാതെ അരിയാഹാരം ഒരിക്കലും പ്രമേഹം ഉണ്ടാക്കുന്നില്ല. പിന്നെ നമ്മള് ടോസ്റ്റ് മാസ്റ്റർ കുഞ്ചീസ് വളരെ നന്നായി രാജേഷ് പിള്ളെ എന്ന വ്യക്തിയെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. പുതിയ ഭക്ഷണ രീതിയിലൂടെ രോഗിയായ വ്യക്തിയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ ഗവലിയർ മെഹറിൻ പറഞ്ഞു, അലർജി ഒക്കെ ഉണ്ടാവുന്നത് പുതിയ ഭക്ഷണ രീതി കൊണ്ടാണ് മോളെ. പഴയ കാലത്ത് അലർജി ഒന്നും ഉണ്ടായിരുന്നില്ല. പഴയ കാലത്ത് ഭക്ഷണം മരുന്ന് പോലെയാണ് കഴിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ഭക്ഷണത്തിന് മരുന്നാണ് ഭക്ഷണം പോലെ കഴിക്കേണ്ടി വരുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്കും തീരെ രോഗപ്രതിരോധ ശേഷിയില്ല. തിരിച്ച് അതുകൊണ്ട് പഴയകാല ഭക്ഷണ രീതി തന്നെയാണ് നല്ലത്. തിരിച്ചിന്നത്തെ മോഡറേറ്റർ. അപ്പോ നമ്മുടെ സംവാദം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പഴമയാണെങ്കിലും പുതുമയാണെങ്കിലും നമ്മളാണ് ആഹാരം ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ കഴിക്കേണ്ടത്. പഴയതിലും പുതിയതിലും നല്ല ആഹാരങ്ങളുണ്ട്, നല്ല രുചിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചോയ്സ് ആണത്. നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ പഴമയിലായാലും പുതുമയിലായാലും നമ്മൾ ആരോഗ്യപരമായ രീതിയിൽ അതിനെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ പഴമയെന്നോ പുതുമയെന്നോ ഒരു പഴമ മാത്രം നല്ലതെന്നോ പുതുമ മാത്രം നല്ലതെന്നോ ഒരിക്കലും ഞാൻ പറയില്ല. എല്ലാവരും അവരവരുടെ ഈ ദിവസത്തെ അല്ലെങ്കിൽ ഈ ഒരു ആഴ്ചത്തെ നിങ്ങളുടെ ഭക്ഷണം എടുത്ത് നോക്കിയാൽ എത്ര പേരാണ് പഴങ്കഞ്ഞി കുടിച്ചത് അല്ലെങ്കിൽ പൊടിയരിക്കഞ്ഞി കുടിച്ചതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക. അതുപോലെ തന്നെ
പഴയത് കഴിക്കുകയാണെങ്കിലുള്ള ആരോഗ്യ വശങ്ങളെ പറ്റിയും നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങൾ തന്നെ തീരുമാനമെടുക്കുക, നിങ്ങളുടെ ആഹാരം അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യവും കാത്തുരക്ഷിക്കുക. തിരിച്ച് ഇന്നത്തെ ടോസ്റ്റ് മാസ്റ്ററിലേക്ക്.